സിനിമാ താരങ്ങളെക്കാൾ വലിയ താര ശോഭയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. കാരണം ഈ ടെലിവിഷനിലെ ചർച്ചകൾ, പിന്നെ കാഴ്ചയ്ക്ക് സുന്ദരനാണ്, അത് അദ്ദേഹത്തിൻ്റെ സംഭാഷണ ചാതുര്യവും അതോടൊപ്പം തന്നെ പറയുന്നതിൻ്റെ യുക്തിയും അതിൻ്റെ ഭദ്രതയും ഒക്കെയാണ് ഈ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തവരെ പോലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ സംഭാഷണങ്ങളെ ശ്രദ്ധിപ്പിക്കാൻ കാണും. പക്ഷെ രമേശ് പിഷാരടി അവിടെ നേരിടേണ്ടി വരുന്നത്, പ്രചാരണത്തിന് ഇറങ്ങുന്ന സമയത്ത് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി -പോയിന്റിനെ ഓവർകം ചെയ്യാൻ, പറയുന്നതിൽ വലിയ ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നിപ്പിക്കും. അതേപോലെ ചിരിച്ച മുഖമാണ്. എവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ ആവേശം ഉണ്ടാക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ. രമേശ് പിഷാരടിക്ക് ഈ ഒരു രാഹുൽ ഫാക്ടർ എന്നുള്ളൊരു സംഗതി അവിടെ രമേശ് പിഷാരടി അല്ല, നാളെ മോഹൻലാൽ ഒന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ പോലും ഈ രാഹുൽ ഫാക്ടറിന് ജനങ്ങൾക്ക് മറുപടി കൊടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭൂരിപക്ഷം കൂടിയത് ശരിക്കും ഷാഫിക്ക് കൊടുത്ത വോട്ടും കൂടെയാണ്. പക്ഷേ ഷാഫിക്ക് പാലക്കാട് ജനങ്ങൾക്ക് കൊടുത്ത ഒരു പ്രോമിസ് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. നമസ്കാരം സർ. നമസ്കാരം. 2026 ഇലക്ഷന്റെ, കേരള ലെജിസ്ലേറ്റീവ് ഇലക്ഷന്റെ ഒരു പ്രധാന മണ്ഡലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. BJPക്കും കോൺഗ്രസിനും CPM-നും ഒരേപോലെ ആവശ്യമുള്ള അല്ലെങ്കിൽ സ്വാധീനമുള്ള മണ്ഡലം. അതിന്റെ ഒരു ഇപ്പൊ ഞാൻ ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാനൊരു റോഡ് ഷോ കാണുന്നുണ്ടായിരുന്നു. രമേശ് പിഷാരടി പാലക്കാട് ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഒരു റോഡ് ഷോ. അതിൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു മുഖം അപ്പുറത്തുണ്ടായിരുന്നില്ല. രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ VK ശ്രീകണ്ഠനാണ് ഒപ്പമുള്ളത്, റോഡ് ഷോ നയിക്കുന്നതും. ഇവരൊരുമിച്ചാണ് റോഡ് ഷോയിൽ മുന്നോട്ട് പോകുന്നത്. അപ്പോ പാലക്കാടിന്റെ ഒരു മുഖം എന്താണ്? ഒരു സിനിമാ താരത്തിന് അവിടെ ജയിക്കാനുള്ള ഒരു സാധ്യതയുണ്ടോ? കാരണം ഇതിനു മുൻപും രാഷ്ട്രീയ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ രാഷ്ട്രീയ കളത്തിൽ നിറഞ്ഞു നിന്ന ഒരുപാട് മത്സരാർത്ഥികൾ മത്സരിച്ചു പോയൊരു സ്ഥലമാണ് പാലക്കാട്. ഇദ്ദേഹത്തിന് ഓപ്പോസിറ്റ് നിൽക്കുന്നതും അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ ഒരു സ്വാധീനം ചെലുത്താൻ പറ്റുമോ പാലക്കാട്? പാലക്കാട് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്, കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പിലെടുത്ത് നോക്കുമ്പോൾ ഒരു ചെറിയ വ്യത്യാസം കണ്ടത്, ശ്രീധരൻ അവിടെ 2021 ഷാഫി പറമ്പലിനെതിരെ മത്സരിച്ചപ്പോഴാണ്. കാരണം ശ്രീധരൻ പല സന്ദർഭങ്ങളിലും ജയത്തിലേക്ക് അടുക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു, അല്ലേ? അവസാനം ചില ബൂത്തുകളിലേക്ക് എത്തുമ്പോഴത്തേക്ക് ഷാഫി പറമ്പിൽ ഒരു 3000 വോട്ടിന്റെ ഭൂരിപക്ഷം നേടി ജയിക്കുകയാണ് ഉണ്ടായത്. അപ്പോ ഏതാണ്ട് 50,000 വോട്ടാണ് അന്ന് ശ്രീധരൻ വാങ്ങിയത്. BJP അവിടെ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്നതും ആ ഒരു സമയത്തായിരുന്നു. അതിന് തൊട്ട് മുമ്പ് BJPയുടെ വോട്ട് അവിടെ വർദ്ധിപ്പിച്ചത് ശോഭാ സുരേന്ദ്രനാണ്. 40,000 വോട്ട് ശോഭാ സുരേന്ദ്രൻ നേടാൻ കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷമാണ് പിന്നീട് ഈ ബൈ ഇലക്ഷൻ വരുന്നതും. രാഹുൽ മാങ്കൂട്ടത്തിലൊരു സിനിമാ താരങ്ങളെക്കാൾ വലിയ താര ശോഭയോടുകൂടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. കാരണം ഈ ടെലിവിഷനിലെ ചർച്ചകൾ, പിന്നെ കാഴ്ചയ്ക്ക് സുന്ദരനാണ്, അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംഭാഷണം, ബുദ്ധിയുള്ള യുവാവാണ്, നല്ല വിദ്യാഭ്യാസമുണ്ട്, ബുദ്ധിയുണ്ട്, നല്ല രീതിയിൽ സംസാരിക്കാൻ, രാഷ്ട്രീയക്കാരനാണ്, നല്ല രീതിയിൽ യുക്തിയോട് സംസാരിക്കും, പറയുന്നതിൽ വലിയ ആത്മാർത്ഥതയുണ്ടെന്ന് തോന്നിപ്പിക്കും. അതേപോലെ ചിരിച്ച മുഖമാണ്. അപ്പൊ അങ്ങനെയൊക്കെയുള്ള, സ്വാഭാവികമായിട്ടും എപ്പോഴും ഈ സിനിമാ താരങ്ങളെക്കാൾ കൂടുതൽ ഈ ഇലക്ഷന്റെ രംഗത്തേക്ക് വരുമ്പോൾ മലയാളികൾക്ക് ഈ നല്ല രീതിയിൽ സംസാരിക്കുകയും ബുദ്ധിവൈഭവമൊക്കെ കാണിക്കുന്നവരോടൊക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യർക്ക് ഒരു ആഭിമുഖ്യം ഉണ്ടാവുകയും ചെയ്യും. അത്തരത്തിലൊരു താരപദവിയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ദൃശ്യമാധ്യമങ്ങളുടെ സാന്നിധ്യത്തിലൂടെ വളരെ പരിചിതനായിട്ട്, കാര്യം എല്ലാ ദിവസവും അവരുടെ കുടുംബ സദസ്സുകളിൽ കൗതുകത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ അവരുടെ മുമ്പിൽ അവരുടെ സ്ഥാനാർത്ഥിയായിട്ട് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത് ശ്രദ്ധിക്കുമ്പോൾ ഈ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്ത ആൾക്കാർ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ സംഭാഷണ ചാതുര്യവും അതോടൊപ്പം തന്നെ പറയുന്നതിന്റെ യുക്തിയും അതിന്റെ ഭദ്രതയും ഒക്കെയാണ് ഈ രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലാത്തവരെ പോലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ സംഭാഷണങ്ങളെ ശ്രദ്ധിപ്പിക്കാൻ കാരണം. അങ്ങനെയാണ് അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വൻ ഭൂരിപക്ഷത്തോടു കൂടി 17,000 വോട്ടുണ്ട്, അല്ലേ?
അതെ. 58,000 വോട്ട് വിശിഷ്ട വോട്ട് വാങ്ങി രാഹുൽ മാങ്കൂട്ടത്തിലൂടെ ജയിക്കും. ആദ്യ ഇലക്ഷനിൽ തന്നെ ആദ്യ ഇലക്ഷനിൽ തന്നെ വലിയ പ്രതീക്ഷയായിരുന്നു. അപ്പോ അത് അന്ന് പിന്നെ BJP നന്നായിട്ട് വെള്ളം കുടിച്ചോളെ അല്ലേ? അപ്പോ ഇപ്പൊ വന്നിരിക്കുന്നത് രമേശ് പിഷാരടിയാണ്. അപ്പൊ രമേശ് പിഷാരടി പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്, രമേശ് പിഷാരടി ഒരു നല്ല കലാകാരനാണ്. അദ്ദേഹം നന്നായിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. വളരെ സെൻസിബിൾ ആയിട്ട് സംസാരിക്കുന്ന വ്യക്തിയാണ്. അതോടൊപ്പം തന്നെ ഈ ആൾക്കാരെ രസിപ്പിക്കുന്ന വ്യക്തിയുണ്ട് അല്ലെ? അപ്പൊ ആ രീതിയിൽ അതോടൊപ്പം തന്നെ വളരെ പൊളിറ്റിക്സും സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. ഈ കെ കരുണാകരനെ പോലെയൊക്കെ ഉള്ള ഒരു രീതിയിലേക്ക് രമേശ് പിഷാരടി നമുക്ക് കാണാൻ പറ്റുമോ? കാരണം ഒരു ഹാസ്യമുണ്ട്, അല്പം രാഷ്ട്രീയമുണ്ട്. ഇല്ല, അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അദ്ദേഹത്തിന്റെ മെയിൻ ആയിട്ട് അദ്ദേഹത്തിൽ നമ്മൾ കാണുന്ന ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൽ നിന്ന് രാഷ്ട്രീയം കേരളം അധികം കേട്ടിട്ടില്ല. കോൺഗ്രസിന്റെ അനുഭാവിയാണെന്നും കോൺഗ്രസിന് വേണ്ടിയിട്ട് പ്രചാരണത്തിന് പോവുകയും ഒക്കെ ചെയ്യുന്നതല്ലാതെ ഒരു വിഷയത്തിലെ രാഷ്ട്രീയമായ കാഴ്ചപ്പാടൊന്നും രമേശ് പിഷാരടി കേരളം കേട്ടിട്ടില്ല. വളരെ അപൂർവമായിട്ടാണ്. ഇപ്പൊ രമേശ് പിഷാരടി ആലോചിച്ച് നോക്കിയാൽ അറിയാം, അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ഒബ്സർവേഷൻ, രാഷ്ട്രീയമായ ഒരു അഭിപ്രായമൊന്നും നമ്മളുടെ മനസ്സിൽ വരുന്നില്ല. അതേസമയത്ത് ഒരു നല്ല കലാകാരൻ എന്ന രീതിയിലും അതേപോലെ തന്നെ ചില സന്ദർഭങ്ങളിൽ നല്ല രീതിയിലുള്ള പ്രസംഗങ്ങൾ ചെയ്യുകയും കാര്യങ്ങൾ നിരീക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ രമേശ് പിഷാരടിക്ക് ഇതൊക്കെ പ്ലസ് പോയിന്റാണ്. പക്ഷെ രമേശ് പിഷാരടി അവിടെ നേരിടേണ്ടി വരുന്നത്, പ്രചാരണത്തിന് ഇറങ്ങുന്ന സമയത്ത് നേരിടേണ്ടി വരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മൈനസ് പോയിന്റിനെ ഓവർകം ചെയ്യാന്നുള്ളതാണ്. അത് രമേശ് പിഷാരടി കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDFന്റെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ടാണ് പാലക്കാട്ട് ചെല്ലുന്നത്. കോൺഗ്രസ് പാർട്ടിക്കാണ് അവിടെ ആൾക്കാർ വോട്ട് കൊടുക്കുന്നത്. തീർച്ചയായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഗ്ലാമറും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള അനുകൂല ഘടകങ്ങളും വോട്ട് വർദ്ധിപ്പിക്കാനും സംഘടിതമായ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണവും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിനെ സഹായിച്ചിട്ടുണ്ട്. എങ്കിലും പൊളിറ്റിക്കൽ വോട്ട്സ് കൂടുതലുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് എന്ന് പറയുന്നത്. അപ്പൊ കോൺഗ്രസിന് കൊടുത്ത വോട്ട് അവർക്ക് യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാർക്ക് 2 വർഷം ഈ ബൈ ഇലക്ഷന് ശേഷം, ബൈ ഇലക്ഷന് തൊട്ട് മുമ്പ് ഷാഫി പറമ്പിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. ഏതാണ്ട് കഴിഞ്ഞ ഒരു 2-2.5 വർഷത്തിന് ശേഷം പാലക്കാട്ടുകാർക്ക് ഒരു MLA ഇല്ലാത്തൊരവസ്ഥയാണ്. അല്ല, ഷാഫി പോയി, പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ വിജ്ഞാപനം വരുന്നു, ഷാഫി പാർലമെന്റിലേക്ക് പോയി. അത് കഴിഞ്ഞ് പിന്നെ വിജ്ഞാനം വരുന്നു, തെരഞ്ഞെടുപ്പ് വരുന്നു, പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആകുന്നു. MLA ആയി കഴിഞ്ഞ് താമസിയാതെ തന്നെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് വിട്ട അവസ്ഥ. അതോടുകൂടി പാലക്കാട്ടുകാർക്ക് ഏതാണ്ട് കുറെ നാളുകളായിട്ട് ഒരു MLA ഇല്ലാത്തൊരവസ്ഥയുണ്ട്. ആ MLA ഇല്ലാത്ത അവസ്ഥയ്ക്ക് കാരണക്കാർ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസ് പാർട്ടിയാണ്. അതിന് ഉത്തരം കൊടുക്കാൻ കോൺഗ്രസിന് ബാധ്യതയുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം ആയതിനു ശേഷം ഞാൻ ഒരുപാട് ഇടങ്ങളിൽ നിന്ന് രാഹുൽ എവിടെ, സ്ഥാനാർത്ഥി പട്ടികയിൽ രാഹുൽ മാങ്കൂട്ടം എവിടെ, പാലക്കാട് രാഹുൽ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇനി ആരെയും വേണ്ട, ഇങ്ങനെ ഒരു രീതിയിലുള്ള അഭിപ്രായങ്ങൾ പലയിടത്തുനിന്നും വരുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോ ഈ രാഹുലിനെ നിർത്താത്തത് അല്ലെങ്കിൽ രാഹുലിന് സീറ്റ് കൊടുക്കാത്തത് ഇത്ര വലിയൊരു പ്രശ്നമാകുമോ പാലക്കാട്? രാഹുൽ ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ഇല്ലല്ലോ. രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് അവര് പുറത്താക്കി. അവരുടെ ആവശ്യം ചിലപ്പോൾ തിരിച്ചെടുത്തിട്ട് സീറ്റ് കൊടുക്കണമെന്നായിരിക്കും. ഇല്ല, അങ്ങനെ ഒരു ചർച്ച ഒരിക്കലും ഒരു കാരണവശാലും അങ്ങനെ ഒരു സൂയിസൈഡൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ആത്മഹത്യപരമായിട്ടുള്ള ഒരു നടപടിക്ക് കോൺഗ്രസ് നല്ല ഒരു പാർട്ടിയും തുനിയതില്ല. അറ്റ്ലീസ്റ്റ് ഒരു ഇലക്ഷന്റെ ഗ്യാപ്പെങ്കിലും വേണ്ടി വരും. ഇത് മറക്കാനായിട്ടുള്ളൊരു സമയം വേണമല്ലോ. മറന്നിട്ട് വീണ്ടും പൊതുസമൂഹത്തിലേക്ക് വരാനും സ്വീകാര്യത നേടാനും ഒരു സമയം വേണ്ടി വരും. അപ്പൊ അത് ഈ ഒരു ഇലക്ഷനിൽ കോൺഗ്രസ് പാർട്ടി ഒരിക്കലും രാഹുൽ മാങ്കൂട്ടത്തിലുള്ള നിർത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടാവില്ല. രാഹുലും ചിന്തിക്കാൻ വഴിയുണ്ടാവില്ല. വേറെ ചില സാധ്യതകളൊക്കെ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവും. സ്വതന്ത്രനായിട്ട് മത്സരിക്കാം, അത് കഴിഞ്ഞിട്ട് ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ കോൺഗ്രസിലേക്ക് വരാം, അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ രാഹുലിനെ സ്നേഹിക്കുന്നവരുടെ ഇടയിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഇന്ന് നമ്മൾ കാണുന്ന കോൺഗ്രസ്, അവർക്ക് ഭരണം കിട്ടാവുന്ന അനുകൂലമായ ഘടകങ്ങളെല്ലാം വളരെ സജ്ജമായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ ഇവിടെ രമേശ് പിഷാരടി നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ രാഹുൽ ഫാക്ടറിന് എങ്ങനെ ജനങ്ങളിലേക്ക് ഒരു ആവേശം പോയി. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ ഭൂരിപക്ഷം കിട്ടാൻ കാരണം ആ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആവേശമായിരുന്നു. ആ ആവേശം രമേശ് പിഷാരടി എത്രമാത്രം ജനിപ്പിക്കും എന്നുള്ളത്
സംശയമാണ്. ഈ ഭരണവിരുദ്ധത കൃത്യമായിട്ട് തന്റെ അല്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിന് അത് അല്ലെങ്കിൽ ഇതാണ് ഇവിടെ ഭരണവിരുദ്ധതയുണ്ട്, ഇവിടെ നമ്മൾ ജയിച്ചാൽ മാത്രമേ മാറ്റം. ഇദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു ഈ പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. അതില് കൂടുതലായിട്ടും എടുത്തു പറഞ്ഞുകൊണ്ടിരുന്നത് പാലക്കാട് ജനങ്ങൾ നിങ്ങളാണ് ഇപ്പോ അല്ലെങ്കിൽ തുടക്കം കുറിക്കേണ്ടത്. കാരണം അത് കഴിഞ്ഞിട്ടാണ് ഈ പറയുന്ന ലോക്കൽ ബോഡി ഇലക്ഷനും കേരള ലെജിസ്ലേറ്റീവ് ഇലക്ഷനൊക്കെ വരുന്നത്. അപ്പോ ഇവിടുന്ന് നമ്മൾ തുടക്കം കുറിക്കണം. ഭരണവിരുദ്ധത അതിന് ആദ്യം ചോദ്യം ചെയ്യേണ്ടത് ഈ ഇലക്ഷനിലൂടെയാണ്. ഇങ്ങനെയൊക്കെ പ്രചാരണങ്ങളിൽ പറഞ്ഞു. അതിൽ ഈ രമേശ് പിഷാരടിയും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അന്നും ഞാൻ കേട്ടൊരു കാര്യമായിരുന്നു ഭരണവിരുദ്ധത. ഇവരെല്ലാം പറഞ്ഞ അന്ന് അത് ആ ഒരു പ്രതിഷേധമായിരിക്കാം രാഹുലിന് വോട്ട് കൊടുത്ത് ജനങ്ങൾ അവിടെ കാണിച്ചു കൊടുത്തത്. ആ ഒരു ഫാക്ട് തന്നെ രമേശ് പിഷാരടിക്കും ഒരു നല്ല രീതിയിൽ ഒരു ഭൂരിപക്ഷം കിട്ടാൻ സഹായിക്കില്ലേ? അല്ല, അതാണ് പറഞ്ഞത്. രമേശ് പിഷാരടിക്ക് ഈ ഒരു രാഹുൽ ഫാക്ടർ എന്നുള്ളൊരു സംഗതി അവിടെ രമേശ് പിഷാരടി അല്ല, ഇനിയിപ്പം മോഹൻലാൽ ഒന്ന് മത്സരിച്ചു കഴിഞ്ഞാൽ പോലും ഈ രാഹുൽ ഫാക്ടറിന് ജനങ്ങൾക്ക് മറുപടി കൊടുത്തേ പറ്റും. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ ബൈ ഇലക്ഷനിൽ നമ്മൾ കണ്ടത് ഒരു പാലക്കാട് ജനതയുടെ വളരെ ചൂടുപിടിച്ച ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആവേശമായിരുന്നു. ആ ആവേശമാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഭൂരിപക്ഷം നേടിക്കൊടുത്തത്. ആ ആവേശം പിഷാരടിയിലേക്ക് പകരാൻ നിലവിലുള്ള സാഹചര്യങ്ങൾ തടസ്സങ്ങളായിട്ടിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞതുപോലെ രമേശ് പിഷാരടിക്ക് സ്വീകാര്യതയുണ്ട്, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനോട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ രാഹുൽ ഫാക്ടറിനെ മറികടക്കാം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. ഒരു പരിധിവരെ രമേശ് പിഷാരടി അവിടെ സ്ത്രീകൾക്കും അതുപോലെ ഈ ടെലിവിഷനെ കാണുന്ന ആൾക്കാർക്കൊക്കെ താല്പര്യമാണ്, അദ്ദേഹത്തിനെ കാണുകയും ചെയ്യും. പക്ഷെ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് ഒരു ആവേശത്തോടു കൂടി, കാരണം പാലക്കാട് ജില്ലയിലെ വോട്ടിംഗ് പാറ്റേൺ നോക്കുമ്പോൾ കുറെ കൂടെ പൊളിറ്റിക്കൽ വോട്ടാണ്. ഓരോ പാർട്ടികളുടെയും വലിയ വ്യത്യാസമില്ലാതെ ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ മാത്രമാണ് ചെറിയൊരു വലിയ വേരിയേഷൻ നമ്മൾ കണ്ടത്. അതിനുശേഷമുള്ള ഈ രാഹുൽ മാങ്കൂട്ടത്തിന് കുറച്ച് ഭൂരിപക്ഷം കൂടി എന്നുള്ളത് എന്തൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാലും പൊതുവിൽ ഒരു രാഷ്ട്രീയ വോട്ടുകൾ കൂടുതലുള്ള ഒരു മണ്ഡലമാണ് ഈ പാലക്കാട് എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഈ ഒരു ആവേശം, ഈ രാഷ്ട്രീയ വോട്ടുകളുടെ ഇടയിൽ ആവേശം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പണിയാണ്. പക്ഷെ അവിടെ ആവേശം ഉണ്ടാക്കുന്നത് ഇന്നിപ്പോ കേരളത്തില് എവിടെ കൊണ്ടുനിന്ന് കഴിഞ്ഞാൽ നിർത്തിക്കഴിഞ്ഞാൽ ആവേശം ഉണ്ടാക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ അല്ലെ. അവരുടെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. പാലക്കാട്ട് പോലും ഏറ്റവും കൂടുതൽ വോട്ടിലേക്ക് BJPയുടെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നത് ശോഭാ സുരേന്ദ്രനാണ്. ശോഭാ സുരേന്ദ്രൻ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു തരംഗമുണ്ട്, ഒരാവേശമുണ്ട്. ആ ആവേശത്തെ മറികടക്കുന്ന ഒരാവേശത്തിലേക്ക് രമേശ് പിഷാരടിക്ക് പോകാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ മറ്റേ പാലക്കാട് വരുന്ന അസംബ്ലി ഇലക്ഷനിൽ ഒരു നല്ല പ്രതീക്ഷയ്ക്ക് വകയുള്ളൂ. കാരണം രമേശ് പിഷാരടി ആസ്വാദ്യതയിലാണ്. രമേശ് പിഷാരടിയെ ജനങ്ങൾ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന്റെ ആസ്വാദ്യകരമായ സംഭാഷണത്തിലും അദ്ദേഹത്തിന്റെ പരിപാടികളിലൊക്കെയാണ്. അതിപ്പോഴും അവർ ആസ്വദിക്കുന്നുണ്ടാവും, അവരെ ഇദ്ദേഹത്തിന്റെ സംഭാഷണം കേൾക്കാനൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. പക്ഷെ പൊളിറ്റിക്കൽ ഫീൽഡിലേക്ക് വരുമ്പോഴത്തേക്ക് അത് മാറും. കേരളത്തിൽ അങ്ങനെ ഒരു അമിതമായ ഒരു താരാരാധനയോ അങ്ങനെയുള്ള സംഗതികളോ എന്നുള്ള സമൂഹമല്ല മലയാളികളുടെ. അപ്പൊ അവിടെ ഒരു ആവേശത്തിന്റെയാണ്. ആ ആവേശത്തിൽ അധികം ഈ വേണമെങ്കിൽ മറ്റാർക്കെങ്കിലും വേണമെങ്കിൽ സപ്ലൈ ചെയ്യാൻ പിന്നെ രീതിയിലുള്ള ആവേശം ശോഭാ സുരേന്ദ്രന്റെ കയ്യിലുണ്ട്. അപ്പൊ ആ ശോഭാ സുരേന്ദ്രനെ ഇളക്കി വിടുന്ന ആവേശത്തിന്റെ മുന്നിൽ CPM ശരിക്കും പറഞ്ഞാൽ അവിടെ CPM-ഉം BJP-യും തമ്മിൽ വ്യക്തമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റും. പക്ഷേ ശോഭയെക്കാട്ടിൽ അവിടെ സ്വാധീനമുള്ള ആൾക്കാരല്ലേ ഷാഫിയൊക്കെ. ഷാഫി നേരിട്ട് പ്രചരണത്തിന് ഇറങ്ങുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ ആ ഒരു ഇമ്പാക്ട്, കാരണം പാലക്കാട് ജനങ്ങളെ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒരു മകൻ പരിവേഷം കൊടുക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം വിഷയം കഴിഞ്ഞിട്ടും പാലക്കാട് ജനങ്ങളോട് നമ്മൾ പോയി ചോദിക്കുമ്പോൾ അവിടെ ഒരു മകൻ പരിവേഷമുണ്ട്, ഇപ്പോഴും ഉണ്ട്. നമ്മൾ ബാക്കിയുള്ള ജില്ലകളിൽ ഇരിക്കുന്ന ആൾക്കാർ രാഹുൽ മാങ്കൂട്ടം നിന്നാ തോറ്റുപോകുമെന്ന് പറഞ്ഞാലും പാലക്കാട് ജനങ്ങൾ അത് പറയുന്നില്ല. അവർക്ക് അവരോടൊപ്പം നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ അത് ബാധിക്കാത്തത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു പരിവേഷം കൊടുക്കുന്നത് കൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു മകൻ പരിവേഷം രമേശിലേക്ക് അല്ലെങ്കിൽ രമേശ് പിഷാരടിയിലേക്ക് എത്താൻ ഒരു സ്വാധീനം ഉണ്ടല്ലോ. കാരണം ഇപ്പൊ തുടക്കം കുറിച്ചിട്ടേ ഉള്ളൂ, റോഡ് ഷോ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇവർക്കൊക്കെ ഇവരുടെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഷാഫിയുടെ ആണെങ്കിലും രാഹുലിന്റെ ആണെങ്കിലും രമേശ് പിഷാരടിയുടെ ആണെങ്കിലും വാക്കുകൾ കൊണ്ട് ജനങ്ങളെ കൈകളിൽ എടുക്കാൻ പറ്റും. അപ്പൊ ഇവര് മൂന്നുപേരും സാധാരണ രമേശ് പിഷാരടിയാണ് ഇവരുടെ പ്രചരണത്തിന് വേണ്ടി ഇറങ്ങിയത്. ഇനി രമേശ് പിഷാരടിയുടെ പ്രചരണത്തിന് വേണ്ടി ഇവർ സ്റ്റേജിലേക്ക് പോയി ജനങ്ങളെ കൈകളിൽ എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെയൊക്കെ ചരിത്രങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടല്ലോ.
അങ്ങനെ ഒരു അത്തരത്തിലൊരു ആവേശവും സൃഷ്ടിക്കാൻ സാധിക്കില്ലേ? ഇപ്പൊ ഷാഫി രമേശ് പിഷാരടിക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ അത് എനിക്കൊരു സംശയമുള്ളത് ഷാഫിക്ക് രമേശിനെ ചിലപ്പോൾ ദോഷകരമായി മാത്രമേ ബാധിക്കൂ. ഷാഫി ഇറങ്ങിയാൽ ഷാഫി ഇറങ്ങി. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഭൂരിപക്ഷം കൂടിയത് ശരിക്കും ഷാഫിക്ക് കൊടുത്ത വോട്ടും കൂടെയാണ്. പക്ഷെ ഷാഫിക്ക് പക്ഷേ പാലക്കാട് ജനങ്ങൾക്ക് കൊടുത്ത ഒരു പ്രോമിസ് അല്ലെങ്കിൽ അവരുടെ പ്രതീക്ഷയെ കാത്തു സൂക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോ ഷാഫി ഇറങ്ങുന്ന സമയത്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഷാഫിയിൽ ഇപ്പോൾ പാലക്കാട് ജനങ്ങൾ ഒരു പരിധിവരെ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ചില പരിമിതികളുണ്ട്. അതേ സമയത്ത് പാലക്കാട്ടുകാരനാണ് രമേശ് പിഷാരടി, വളരെ പ്ലസന്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ ആവേശം പോലെ തന്നെ രമേശ് പിഷാരടിയുടെ ഒരു പ്ലസ് പോയിന്റ് ആണ് അദ്ദേഹത്തിന്റെ ഒരു പ്ലസന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു ഫാക്ടർ ഉണ്ട്. ആ ഒരു ഫാക്ടർ ശോഭയുടെ ആവേശത്തെ രമേശ് പിഷാരടിയുടെ രസികത്വം എത്രമാത്രം മുന്നേറും, അതിന്റെ മേലെ എത്രമാത്രം മുന്നേറും എന്നനുസരിച്ചിരിക്കും പാലക്കാട്ട് രമേശ് പിഷാരടിയുടെ വിജയം എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും പാലക്കാട് മണ്ഡലത്തിൽ ശോഭിക്കുമോ അതോ രമേശ് പിഷാരടിയുടെ ആ ഒരു ആരവത്തിൽ രമേശ് പിഷാരടി ആണോ വിജയിക്കാൻ പോകുന്നത്? അത് നമുക്ക് ആ ഒരു സമയം വരെ ഇനി തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഒരു കുറച്ച് ദിവസങ്ങളുടെ കഴിയുമ്പോഴായിരിക്കും ആരവങ്ങളൊക്കെ കണ്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷെങ്കിൽ ഈ സമീപകാലങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ കിട്ടിയതിൽ ഏറ്റവും കുറവ് വോട്ട് LDF കാൻഡിഡേറ്റിന് കിട്ടാൻ പോകുന്ന ഒരു മണ്ഡലമാണ് ഈ തെരഞ്ഞെടുപ്പിലായിരിക്കും. വെറുതെ നിർത്തിയിരിക്കും ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ, വെറുതെ ഒരു പേര് നിർത്തിയിരിക്കുന്നു. സമയം ചെലവഴിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം തന്നെ കാശും ചെലവഴിച്ചോളൂ, ബാക്കി കാര്യങ്ങളും നോക്കും. ഇത് അറിഞ്ഞുകൊണ്ടാണോ ഡോക്ടർ സരിനോട് മത്സരിക്കാത്തത്? ഡോക്ടർ സരിന് തീർച്ചയായിട്ടും, കാരണം അവിടെ ജയിക്കില്ല, CPM ജയിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് മറ്റെല്ലാവരേക്കാളും അറിയാവുന്നത് CPM കാർക്ക് തന്നെയാണ്.